നമസ്കാരം. പതിറ്റാണ്ടുകൾക്ക് ശേഷം സുകുമാരക്കുറുപ്പിനെ തേടി വീണ്ടും ക്രൈംബ്രാഞ്ച്. 80കളിൽ കൊൽക്കത്തയിൽ വെച്ച് കുറുപ്പിനെ കണ്ട് എന്ന് പറഞ്ഞ നഴ്സ് രത്നമ്മയുടെ മൊഴി ക്രൈംബ്രാഞ്ച് വീണ്ടും രേഖപ്പെടുത്തി. തെളിയാതെ കിടക്കുന്ന കേസുകൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ചരിത്രത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കേസ് വീണ്ടും അന്വേഷണം തുടരുന്നത്. പോലീസിനും നിയമവ്യവസ്ഥയ്ക്കും പിടികൊടുക്കാത്ത സമർത്ഥരായ കൊടും കുറ്റവാളികൾ മനുഷ്യ ചരിത്രത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ മലയാളികൾക്കിടയിൽ അരും കൊല ചെയ്ത പിടികിട്ടാ പുള്ളി എന്നാൽ അത് സുകുമാരക്കുറുപ്പാണ്. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ സുകുമാരക്കുറുപ്പ് കേസ് വീണ്ടും ചർച്ചയാകുകയാണിപ്പോൾ. സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടു എന്ന് കേസ് അന്വേഷിച്ച റിട്ടയേർഡ് SP ജോർജ് ജോസഫിനെ പോലെയുള്ളവർ ആവർത്തിക്കുമ്പോഴും സുകുമാരക്കുറുപ്പ് ജീവനോടെയുണ്ട് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഹിമാലയത്തിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ഏകദേശം 1.5 വർഷം മുൻപാണ് ഈ ചിത്രം എടുത്തത് എന്ന് ഇതിൽ അവകാശപ്പെടുന്നു. ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിലെ സതാപുരിയിലും പിന്നീട് ഹരിദ്വാറിലും കണ്ട മലയാളി സന്യാസി സുകുമാരക്കുറുപ്പാണ് എന്ന പത്തനംതിട്ട വെട്ടിപ്രം സ്വദേശി റംസീൻ ഇസ്മായിലിന്റെ വെളിപ്പെടുത്തൽ ആധാരമാക്കിക്കൊണ്ട് ഇതിനു മുന്നേയും അന്വേഷണം നടന്നിട്ടുണ്ട്. 1988 ഗുരുതരമായ ഹൃദയാഘാതത്തെ തുടർന്ന് ബൊക്കാറോ ജനറൽ ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തേടേണ്ടി വന്ന സുകുമാരക്കുറുപ്പ് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കി രക്ഷപ്പെട്ടുവെങ്കിലും തകരാറിലായ ഹൃദയവുമായി അദ്ദേഹം എത്ര കാലം ജീവിച്ചു കാണും? റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ അലി അക്ബർ വെളിപ്പെടുത്തിയതുപോലെ കുറുപ്പ് 2017 വരെയും ജീവിച്ചിരിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? 1988 ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ ജനറൽ ഹോസ്പിറ്റലിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്നും താൻ കുറുപ്പിനെ മനസ്സിലാക്കിയെന്ന് ബോധ്യമായപ്പോൾ അവിടെ നിന്നും കുറുപ്പ് രക്ഷപ്പെട്ടു എന്നുമുള്ള ആ കാലത്ത് അവിടെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന രത്നമ്മയുടെ മൊഴിയാണ് മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായത്. മകളുടെ വിവാഹം കൂടാനുൾപ്പെടെ കുറുപ്പ് 1ൽ കൂടുതൽ തവണ കേരളത്തിൽ വന്നുവെന്നും പോലീസിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതരുടെ സഹായം കുറുപ്പിന് കിട്ടി എന്നുമുള്ള റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അലി അക്ബറിന്റെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളും വന്നതോടുകൂടി കേസിന്റെ ദുരൂഹത വർദ്ധിക്കുകയാണ്. 2017 സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനായി നടത്തിയ പുനരന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അലി അക്ബർ. 1988 ജാർഖണ്ഡിലെ ബൊക്കാറോ ജനറൽ ഹോസ്പിറ്റലിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന വാർത്ത അവിടെ നേരിട്ടെത്തി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്ത മലയാള മനോരമ ലേഖകനായിരുന്ന NV മോഹൻ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ് സുകുമാരക്കുറുപ്പ് എന്ന് ശക്തമായി സംശയിക്കപ്പെടുന്ന ഒരാൾ ബൊക്കാറോ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് തിരിച്ചറിഞ്ഞു എന്ന ഭയത്താൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുമുള്ള വിവരം NV മോഹനെ അറിയിക്കുന്നത് അയാളാണ്. കുറുപ്പ് എന്ന് സംശയിക്കപ്പെടുന്നയാളെ ചികിത്സിച്ച ഡോക്ടറെ NV മോഹൻ ബൊക്കാറോയിൽ നേരിട്ടെത്തി കണ്ടു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കാർ ഓടിച്ചു പോകുന്നതിനിടെ സുകുമാരക്കുറുപ്പിന് കടുത്ത നെഞ്ചുവേദന വരികയായിരുന്നു. അങ്ങനെയാണ് അയാൾ ബൊക്കാറോ ജനറൽ ഹോസ്പിറ്റലിലെ എമർജൻസിയിൽ എത്തുന്നത്. കുറുപ്പിന് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. കൃത്യസമയത്ത് ചികിത്സ കിട്ടിയതുകൊണ്ട് കുറുപ്പ് ആ ഹാർട്ട് അറ്റാക്ക് അതിജീവിക്കുകയായിരുന്നു. ICUവിൽ നിന്ന് ജനറൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്താണ് സുകുമാരക്കുറുപ്പിന്റെ നാട്ടുകാരിയും ഹോസ്പിറ്റലിൽ നഴ്സിംഗ് സ്റ്റുഡന്റുമായിരുന്ന രത്നമ്മ കുറുപ്പിനെ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് സുകുമാരക്കുറുപ്പാണ് എന്ന് രത്നമ്മ മനസ്സിലാക്കി. കുറുപ്പുമായി സംസാരിക്കുകയും ചെയ്തു. പിടികിട്ടാ പുള്ളിയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് എന്ന് മറ്റുള്ളവരെ രത്നമ്മ അറിയിക്കുമ്പോഴേക്കും കുറുപ്പ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ബൊക്കാറോ ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയത് സുകുമാരക്കുറുപ്പ് തന്നെയാണ് എന്ന് പിന്നീട് പോലീസും തീർപ്പാക്കി. കുറുപ്പിനെ ചികിത്സിച്ച ഡോക്ടറോട് അയാളെ അഡ്മിറ്റ് ആക്കിയ സമയത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ NV മോഹൻ ചോദിച്ചറിഞ്ഞിരുന്നു. വളരെ സീരിയസ് ആയ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു കുറുപ്പിന്. തുടർ ചികിത്സയും തീവ്രപരിചരണവും അത്യാവശ്യമായ സ്ഥിതിയായിരുന്നു. വണ്ടി ഓടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട സുകുമാരക്കുറുപ്പിന് മറ്റൊരു ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാണ് കുറുപ്പിനെ ചികിത്സിച്ച ഡോക്ടർ അന്ന് പങ്കുവച്ച വിവരം. വാർത്താക്കുറിപ്പിൽ ഡോക്ടറിന്റെ വാചകങ്ങൾ ഇങ്ങനെയാണ്. NV മോഹൻ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുറുപ്പിന്റെ ആരോഗ്യസ്ഥിതി വഷളായിരുന്നുവെങ്കിലും ദുർഘടമായ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള മനോബലമുള്ളയാൾ എന്ന നിലയിൽ അയാൾ വേറൊരു ഹോസ്പിറ്റലിലെത്തി തുടർ ചികിത്സ നേടിയിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ അയാൾ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിച്ചു എന്ന് കരുതിയാൽ തന്നെയും സ്വന്തം നാട്ടിൽ വന്ന് മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ മാത്രം ബുദ്ധിമോശം സുകുമാരക്കുറുപ്പ് കാണിക്കുമോ എന്ന യുക്തിപരമായ ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. എന്നിരുന്നാലും അലി അക്ബർ ആരോപിക്കുന്നത് പോലെ
സുകുമാരക്കുറുപ്പിനെ രക്ഷപ്പെടാൻ പോലീസിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതർ സഹായിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. 2017 നടന്ന പുനരന്വേഷണത്തിന്റെ ഭാഗമായി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ സമർപ്പിച്ച റിപ്പോർട്ട് പുനഃപരിശോധിക്കും മുൻ എന്നാണ് DGP രവാഡ ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്.